വെൽക്കം ടു അവർ ചാനൽ വിനാസ് പഹിലി. അപ്പോൾ ഇന്ന് ഒരു ഹോൾ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ചാനലിൽ അങ്ങനെ ഹോൾ വീഡിയോസൊന്നും ഞാൻ ചെയ്തിട്ടില്ല. തുടക്കത്തിൽ ഗോവയിൽ പോയിരുന്ന സമയത്ത് കുറച്ച് ഡ്രസ്സസും വാങ്ങിച്ചതിൻ്റെ ഇതിലാണ് ഞാൻ ഹോൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാണ്. അപ്പോൾ അത് പീലുവിന് വാങ്ങിയ സാധനങ്ങളാണ് കേട്ടോ. പീലുവിന് കുറച്ച് നാളായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ റീപർച്ചേസ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവള് ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ബൾക്ക് പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചധികം സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ എന്തെങ്കിലും അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ യൂസ് ചെയ്യാമല്ലോ. ഓക്കെ. പിന്നെ ഞാൻ മേടിക്കുന്ന സാധനങ്ങൾ ഞാൻ ബേബികളുടെ കടയിൽ നിന്ന് തന്നെയാണ് മേടിക്കാറുള്ളൂ. അല്ലാണ്ട് വേറെ പുറത്തൊന്നും വാങ്ങാറില്ല. കാരണം അവരെ ക്ലോത്തും അവർ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര എന്തും ഞാൻ അവൾക്ക് വേണ്ടിയിട്ടായാലും ഇവന് ഉള്ളപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഒന്ന് പോച്ചുകൊണ്ടിട്ടാണ് വീഡിയോയിൽ. അപ്പോൾ അവൻ ഒരു സാധനം മേടിച്ചിട്ട് അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് ഇവനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ നേരം ഈ വീഡിയോ എടുക്കുക അവന് കാണിക്കണം ഷെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരമായി എൻ്റെ അടുത്ത് പറഞ്ഞു തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ പോച്ചുവിനായാലും പീലുവിനായാലും അങ്ങനെ ബേബിയുടെ ഷോപ്പിൽ തന്നെ വാങ്ങാറില്ല, പുറത്തൊന്നും വാങ്ങാറില്ല. അപ്പോൾ ഫസ്റ്റ് ക്രൈ അല്ലെങ്കിൽ ബേബി ഗാലക്സി, ഞങ്ങളുടെ ഇവിടെ ബേബി ഗാലക്സി ഉണ്ട്, അതുപോലെ റിലീഫിൽ നിന്ന് വാങ്ങാറുണ്ട് കേട്ടോ. അങ്ങനെ നോക്കിയിട്ടേ വാങ്ങാറുള്ളൂ. ഓക്കെ. അപ്പം അങ്ങനെ അപ്പം നമുക്ക് പ്രോഡക്റ്റ്സ് കണ്ടാലോ. അപ്പം ഞാനിന്ന് മെയിൻലി പോകാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീലുവിന് മേടിച്ച നെറ്റ് ബെഡ് ഉണ്ടല്ലോ, നെറ്റ് ബെഡ് അത് കേടായി തുടങ്ങി. ഇപ്പോൾ ഷീറ്റ് വിരിച്ചാലും എപ്പോഴെങ്കിലുമൊക്കെ ഷീറ്റ് മറിഞ്ഞു പോലും. ഇപ്പോൾ അവൾ ഇച്ചിരി വലുതായതുകൊണ്ടേ അപ്പോൾ ബെഡിൽ നിറയെ യൂറിനായിട്ട് എന്താ പറയുക ബെഡ് ചീത്തയായി തുടങ്ങി. പിന്നെ ഈ മഴയുള്ള സമയമായതുകൊണ്ട് അത് ഉണക്കാനും പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിന് സ്മെല്ലൊക്കെ വന്ന് അത് ചീത്തയായി. ഏകദേശം പുതിയ എണ്ണ വാങ്ങും. പിന്നെ അത് ചെറുതായി കേട്ടോ. അപ്പോൾ അവളുടെ കാലിങ്ങനെ നെറ്റും ഇങ്ങനെ തട്ടി കിടക്കും. അപ്പോൾ അവൾ ഇത്തിരി ഇറുകിയ കാരണം കൊണ്ട് അവൾക്കത് കിടക്കാനും ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ ഇച്ചിരി വലിയ ബെഡ് വാങ്ങാമെന്ന് കരുതി അത് മേടിക്കാനാണ് ആക്ച്വലി പോയത്. അപ്പോൾ പിന്നെ കണ്ടപ്പോൾ കുറച്ച് സാധനങ്ങൾ അങ്ങനെ നോക്കി വാങ്ങി. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബെഡാണ് കാണിക്കുന്നത് കേട്ടോ. ബെഡ് ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് ഫോട്ടോ ആഡ് ചെയ്യാം. ഇച്ചിരി വലിയ ബെഡ്, അപ്പോൾ ഒത്തിരി വലുതായാലും അവൾക്ക് കിടക്കാൻ പറ്റും. പിന്നെ കൊതുകിൻ്റെ ശല്യം ഇപ്പോൾ അറിയാമല്ലോ, മഴയായതുകൊണ്ട് ഞങ്ങൾ ബെഡിന് നെറ്റ് ഇട്ടിട്ടുണ്ട്. വലിയ ബെഡിന് ഞങ്ങൾ കിടക്കുന്ന കട്ടിലിന് ഇട്ടിട്ടുണ്ടെങ്കിലും അവളെ സെപ്പറേറ്റ് കിടക്കും. പിന്നെ നമുക്ക് ഇപ്പോൾ അവളെ കെടുത്തിയിട്ട് പോവുകയാണെങ്കിൽ കൂടി നമുക്കിതിൽ ധൈര്യമായിട്ട് കെടുത്തിട്ട് പോകാം. വലയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോയില്ല. അല്ലെങ്കിൽ പ്ലെയിനായിട്ട് കെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ തലനേക്ക് വെച്ചാൽ അതിൻ്റെ മുകളിൽ കൂടെ ചാടിപ്പോരും. പിന്നെ നമ്മൾ ഉറങ്ങണ വരെ അവളുടെ കൂടെ തന്നെ ഇരിക്കേണ്ടി വരും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടില്ല. നെറ്റാകുമ്പോൾ അതിനെ പേടിക്കേണ്ട. അതാണ് കൂടുതലായിട്ട് നെറ്റ് ബെഡ് തന്നെ വാങ്ങിയത്. കൊതുകിൻ്റെ പ്രശ്നവും ഒക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ കട്ടിലുമ്പോൾ എത്ര നെറ്റ് ഇട്ടാലും എങ്ങനെയെങ്കിലുമൊക്കെ കൊതുക് കിടക്കും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കണ്ടില്ലേ പനികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇത് വാങ്ങിച്ചിന് പിന്നെ പ്രശ്നമില്ല. അപ്പോൾ അതാണ് ഇത് കേട്ടോ. ഇതാണ് ബെഡ്. ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് വീഡിയോയിൽ ആഡ് ചെയ്യാം ഫോട്ടോ. ഓക്കെ. അടുത്തത് നമ്മൾ കവറിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അത് കാണാം നമുക്ക് എന്താണെന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ കാണിക്കാൻ പോകുന്നത് ക്യൂബ് ഡ്രൈ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ 2 വാങ്ങിയിട്ടുണ്ട്. 2 കളറിൽ 2 വാങ്ങിയിട്ടുണ്ട്. 2 സൈസാണ് കേട്ടോ. അപ്പോൾ ഒന്ന് നമുക്ക് ബെഡും ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ കട്ടിൽ ഇപ്പോൾ നമ്മളെപ്പോഴും അവരെ ബെഡിൽ കിടക്കില്ലല്ലോ, എപ്പോഴും ബെഡിൽ കിടക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ കട്ടിലുമ്പോൾ കിടക്കുമല്ലോ. ഇപ്പോൾ ബെഡിൽ കിടന്നാലും നെറ്റ് ബെഡിൽ കിടന്നാലും ചിലപ്പോൾ രാത്രിയൊക്കെ നമ്മൾക്ക് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ പുറത്തുനിന്ന് അതായത് ബെഡിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. എന്നിട്ട് പിന്നെ എൻ്റെ അടുത്തൊക്കെ എടുക്കാം. പിന്നെ തന്നെയല്ല ഇപ്പോൾ കട്ടിലുമേരുന്ന് കളിക്കുകയാണെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മേടിച്ചതാണ് ക്യൂബ് ഡ്രൈ ഷീറ്റ്. ഇത് ബെഡുമ്പോൾ മൊത്തം വിരിക്കാനാണ്. ഇത് ലാർജ് സൈസാണ്. ഇപ്പം ഞങ്ങളുടെ ചെറിയ കോട്ടാണ്, ഇതിൽ ഡബിൾ കോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് തികയെന്ന് വിചാരിക്കുന്നു. പിന്നെ അവൾ കിടക്കണ ആ ഭാഗത്തേക്ക് അങ്ങനെ വേണ്ടല്ലോ. അപ്പോൾ അത്യാവശ്യം ലെങ്ത് എത്തണം. അവൾ പോകുന്ന സ്ഥലങ്ങളിലേക്ക് എത്താവുന്ന രീതിയിലാണ് ഞാൻ ലാർജ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇത് ക്യൂബ് ഡ്രൈ ഷീറ്റ്. അപ്പോൾ ഇങ്ങനത്തെ തന്നെ നിങ്ങളെപ്പോഴും എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടാവും. അത് ഞാൻ ജസ്റ്റ് കാണിച്ചെന്ന് മാത്രം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഷീറ്റ് മേടിക്കുന്നത് നല്ലതാണ്. ഞാൻ ക്യൂബ് ഡ്രൈ ഷീറ്റ് തന്നെ ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റബ്ബർ ഷീറ്റ് ആകുമ്പോൾ നമ്മൾ ഇപ്പോൾ ബെഡ്ഷീറ്റ് ഇത്തിരി നനഞ്ഞാലും എന്താ പറയുക ഡ്രൈ ആയി പൊക്കോളും. അധികം പിന്നെ വല്ലപ്പോഴും വാഷ്, അതായത് 2-3-4 ദിവസം കൂടുമ്പോൾ വാഷ് ചെയ്താലും മതി.
അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. നമ്മൾ പണ്ട് ഉപയോഗിക്കുന്ന റബ്ബർ ഷീറ്റുകളായിരുന്നു. അതാകുമ്പോൾ പെട്ടെന്ന് വെള്ളം, അതായത് ഈ യൂറിൻ വലിക്കൂല, പിന്നെ അത് പൊട്ട മണവും പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതാകുമ്പോൾ അത്ര വലിയ ഇഷ്യൂ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാനിത് വാങ്ങിയത്. പിന്നെ നമ്മുടെ എന്താ പറയുക, ബെഡും കേട് വരില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു കുറച്ച് നാൾ നിൽക്കും ചെയ്യും, ലോങ് ലാസ്റ്റിംഗ് ആണ് കുറച്ചും കൂടി. ഓക്കെ, പിന്നെ അടുത്തതാണ് ഇത് അവളുടെ ബെഡിലേക്ക് മേടിച്ചതാണ്, ക്യൂക്ക് ഡ്രൈ ഷീറ്റ് തന്നെ. ഓക്കെ, അതാണ് ഇപ്പോൾ 2 ഐറ്റം. ഓക്കെ, അടുത്തത് പീലിനൊരു ഇത്, അവൾക്ക് ബോള്, ബാറ്റ്, പിന്നെ ഈ പാവേനയൊന്നും അവൾക്ക് ഇഷ്ടമില്ല. അവൾക്ക് ഇങ്ങനെ ഈ ബോള്, ബാറ്റ്, ഈ എന്താ പറയുക, ബസ്, കാറ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ പാവേന കളിക്കും, പക്ഷെ അധികം കളിക്കില്ല, ഇങ്ങനത്തെയൊക്കെ ഇഷ്ടം. അപ്പം ഞാൻ ഇങ്ങനത്തെ ഇത് ഇച്ചിരി ഇങ്ങനെ കിളിങ്ങനെ ടൈപ്പാണ്. അപ്പോൾ ഇത് അവൾക്ക് സോഫ്റ്റ് ആണല്ലോ, അപ്പോൾ അവൾക്ക് പിടിക്കാനും പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരെണ്ണം കണ്ടപ്പോൾ വാങ്ങിയതാണ്. അത് അവൾക്ക് ഇഷ്ടമായി തോന്നുന്നു. എത്ര നാൾ കളിക്കുന്നൊന്നും അറിയില്ല, എന്നാലും പിന്നെ കുഴപ്പമില്ലല്ലോ, അവളിങ്ങനെ ഉരുട്ടിൻ്റെ നടന്ന് കളിച്ചോളൂ. അപ്പോൾ അങ്ങനത്തെ ഒരെണ്ണം കണ്ടപ്പോൾ അത് ഇഷ്ടമായപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. പൂച്ചനുണ്ടായിരുന്നു അങ്ങനത്തെ തന്നെ. അത് എവിടെയാണ്? അവിടെ ഉണ്ട്. അത് ഇച്ചിരി കേടായി, ഇവൻ കുഞ്ഞായപ്പോൾ വാങ്ങിച്ചിരുന്നതാ. അപ്പോൾ ഇത് ഒരെണ്ണം വാങ്ങി. ഇത് അവൾക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഇനി ഇത് കളിക്കാൻ കൊടുക്കണം. അത് കുറച്ചിങ്ങനെ അകത്ത് ഇങ്ങനെ തട്ടി തട്ടി നടന്നോളും അങ്ങനെ. പിന്നെ ഇത് സോഫ്റ്റ് ആണല്ലോ, കുട്ടികൾക്ക് പിടിക്കാനും സുഖം. അപ്പോൾ അങ്ങനത്തെ തന്നെ വാങ്ങിട്ടോ. പിന്നെ അടുത്തത് നമ്മൾ കുറച്ച് ഡ്രസ്സസാണ് വാങ്ങിയത്. പീലൂന് കുറച്ച് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് വീട്ടിലിടാവുന്ന. ഇപ്പോൾ മഴയല്ലേ, അപ്പോൾ കൈ കുറച്ച് നീളമുള്ള ടൈപ്പ് കവർ ചെയ്ത് നിൽക്കണ പാൻറ്റും അതുപോലെ അതിന് പറ്റിയ ടോപ്പും അങ്ങനത്തെ മേടിക്കാമെന്ന് വിചാരിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൊതുകൊക്കെ കടിക്കില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഇവിടെ തന്നെ നടന്നു തുടങ്ങിയോണ്ടേ, ഇപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിലൊക്കെ ഇത്തിരി സ്ഥലമുണ്ട് ഞങ്ങളുടെ മുറ്റത്ത്, ഞങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവൾ അവിടെയൊക്കെ നടക്കുമ്പോൾ ഈ ചിലപ്പോൾ മുട്ടുത്തും ചെയ്യും. അപ്പോൾ അവിടെ ഇങ്ങനെ ഉരസുമ്പോൾ കാൽമുട്ടൊക്കെ ചിലപ്പോൾ പൊട്ടിന്ന് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് പാൻറ്റുകൾ അങ്ങനെ കുറവാണ്. കാരണം നമ്മളിങ്ങനെ ട്രൗസേഴ്സ് അല്ലേ ആദ്യമേ ഇടിയിക്കൽ, അല്ലെങ്കിൽ പിന്നെ പാൻറ്റീസ് ടൈപ്പാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പാൻസ് കുറച്ചെണ്ണം മേടിച്ചു. ഉണ്ട് 2-3 എണ്ണം. 2 കേടായി, മുട്ടൂത്തി നടന്നേ. അപ്പോൾ 2-3 മേടിച്ചു. പിന്നെ കുഞ്ഞതുമായി, അപ്പോൾ അത് മേടിച്ചു. പിന്നെ ഫുൾ കൈയുള്ള കുറച്ച് 2-3 പെനിയൻ, അധികമൊന്നുമില്ല കേട്ടോ, കുറച്ച് അങ്ങനെ. പിന്നെ അത് പെട്ടെന്ന് കേട് വരുമല്ലോ, നമ്മൾ കുറച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ബേബി തുണികൾ ചിലതൊക്കെ പെട്ടെന്ന് കേട് വരും. അപ്പോൾ നമുക്ക് പിന്നെ മാറ്റി മേടിക്കാമല്ലോ. അങ്ങനെ കുറച്ച് ഡ്രസ്സസാണ്. അപ്പോൾ ആദ്യം ഇതെല്ലാം എനിക്ക് ഫ്രോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇടുന്നത് കാണാനായിട്ട്. അപ്പോൾ ഞാനൊരു ഫ്രോക്ക് കുഞ്ഞിത് വാങ്ങിയത്. അതിൻ്റെ പിക്സ് ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ. ഒരു കുഞ്ഞി ഫ്രോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ഇങ്ങനെ ഫ്രണ്ട് ബട്ടനായിട്ട്, അപ്പോൾ ഫ്രണ്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാം, അങ്ങനത്തെ കുഞ്ഞു ഫ്രോക്ക്. അപ്പോൾ ഇത് ഫുൾ കൈ ഉണ്ടായില്ല. ഞാൻ മുൻപ് മേടിച്ചിരുന്നപ്പോൾ കൈ നീളമുള്ളത് ഉണ്ടായിരുന്നു, അപ്പോൾ ഇത് ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ സാരിൽ അങ്ങനത്തെ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഒരു ഡ്രസ്സ്. പിന്നെ അടുത്തത് പിന്നെ 2 ബനിയൻസ് ആണ് കേട്ടോ. കണ്ടില്ലേ, കൈ സ്ലീവ് ഇത്രയുള്ള ഫ്രണ്ട് ഓപ്പണിംഗ് ആണ് കേട്ടോ. അത് കണ്ടോ, ഫ്രണ്ട് ഓപ്പണിംഗ് ആയിട്ടുള്ള ബനിയൻസ്. അതുപോലെ ഇത് വരണം ബ്ലൂ കളറിൽ, ഇത് വരണം കണ്ടോ. ഇതും കൈ നീളമുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ കൊതുകടിക്കുന്നതിലും അതുപോലെ തണുപ്പൊക്കെ അല്ലേ. പിന്നെ ഒരുപാട് ഇങ്ങനെ വുളനായിട്ടുള്ളത് അവൾക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ആകുമ്പോൾ അവൾക്ക് കുറച്ച് സോഫ്റ്റ് ആണ്, എന്നാൽ നമുക്ക് അത്യാവശ്യം ചൂട് കിട്ടും. ഇങ്ങനത്തെ ഇടുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ പർച്ചേസ് ചെയ്തു. പിന്നെ സ്വെറ്റേഴ്സൊക്കെ ഉണ്ട്, അത് ചിലപ്പോഴൊക്കെ അവൾ ഇടുള്ളൂ. അടുത്തത് പാൻസ് ആണ് കേട്ടോ. ഒരു 3 ടൈപ്പ് പാൻസ്. ഇത് ഇച്ചിരി 3/4 പോലെ നിൽക്കുന്ന, ഇറക്കത്തി കുറഞ്ഞത് അങ്ങനത്തെ. പിന്നെ ഇത് ഇത്തിരി ഫുള്ളായിട്ടുള്ളതാണ്, കണ്ടില്ലേ, ഫുള്ളായിട്ടുള്ളത്. പിന്നെ ഇത് ഇത്തിരി 3/4 താഴത്ത് ഇങ്ങനെ ഒരു കട്ടിങ് സ്റ്റിച്ചിങ് ഒക്കെ ഉള്ള ഒരു ടൈപ്പ്, അത് ഒരെണ്ണം. അപ്പോൾ അതാണ് 3 പാൻസ്. പിന്നെ അവൾക്ക് ടവൽസ് ഉണ്ട്. അത് ഞാൻ തുടക്കത്തിലേ മേടിച്ചതാണ്. അപ്പോൾ അന്ന് മേടിച്ചപ്പോൾ ഇത്തിരി വലിപ്പമുള്ളത് മേടിച്ചത്. അപ്പോൾ അതുകൊണ്ട് അവൾ അങ്ങനെ ഉപയോഗിക്കണില്ല. കുഞ്ഞ് ടവലാകുമ്പോഴല്ലേ കൂടുതൽ നല്ലത്. അപ്പോൾ അന്ന് കുഞ്ഞല്ലേ, അപ്പോൾ നമ്മൾ വലിയ ടവൽ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒപ്പി അങ്ങനെ എടുക്കുള്ളൂ, അങ്ങനെയായിരുന്നു. അപ്പോൾ
പിന്നെ അവളുടെ കയ്യിലുള്ള കുഞ്ഞു ടവൽ, പിന്നെ നമ്മൾ സാധാരണ വെള്ള തോർത്തുമുണ്ടില്ലേ അതൊക്കെയാണ് ചെയ്തിരുന്നത്. ആ സമയത്ത് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാനപ്പോൾ വേറൊരു ടവൽ വാങ്ങിയിരുന്നു സോഫ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് കേടായി. അപ്പം അങ്ങനത്തെ ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ അന്വേഷിച്ചപ്പോൾ ഉണ്ടായില്ല. അപ്പോൾ അങ്ങനത്തെ കിട്ടിയപ്പോൾ ഞാൻ എന്നെ വാങ്ങിയതാണ് സോഫ്റ്റ് ആയിട്ടുള്ള ടവൽ. കണ്ടില്ലേ, ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒപ്പി എടുത്താൽ മതി. കുഞ്ഞുങ്ങളുടെ മേലാകുമ്പോൾ നമ്മളിങ്ങനെ ഉരസരുതല്ലോ. അപ്പം നമ്മുടെ ദേഹത്താണെങ്കിൽ നമ്മൾ തല തോർത്തുമ്പോഴായാലും മേല് തോർത്തുമ്പോഴായാലും ഉരസി തോർത്തത് ഒപ്പാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഒപ്പി വെള്ളം എടുക്കാൻ അത്യാവശ്യം വലിപ്പമുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. ഇവിടെയും വേറൊരു ഭാഗം സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമുണ്ട്. ഇത് ഇങ്ങനെ ഡ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടവൽ. അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് വിത്തും ഉണ്ട്. അപ്പോൾ ഇച്ചിരി വലുതാവണ വരെ അതിന് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു ടവൽ ഞാൻ അന്വേഷിച്ച് നടക്കാൻ ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം വാങ്ങിക്കാം. പിന്നെ ഉള്ളത്, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു വെച്ചോട്ടോ, നല്ലതാണ്. അപ്പോൾ അത് എന്താ പറയുക, അവർക്ക് അധികം ദേഹത്തേക്ക് വേദനയൊന്നും എടുക്കില്ല. അപ്പോൾ നമ്മുടെ ഈ മൽമൽ തോർത്തുകൾ കുഴപ്പമില്ല. അല്ലാണ്ട് കിട്ടുന്ന തോർത്തുകൾ ടവൽസ് ഭയങ്കര ശരീരത്തിൽ ഇങ്ങനെ ഉരസും. നമ്മൾ എങ്ങനെയൊക്കെ പതുക്കെ തുടച്ചാലും അതിങ്ങനെ ഉരസും. അപ്പോൾ അതിനൊക്കെ വേണമെങ്കിൽ അതൊക്കെ ഓരോരുത്തർ ചോയ്സാണ്. ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങാം കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബേബി, എന്താ ഇതിൽ പറയുക, നമ്മൾ വാഷിങ്ങിന് ഉപയോഗിക്കുമ്പോൾ ഏപ്രൺ യൂസ് ചെയ്യില്ലേ, അതുപോലെ കുട്ടികളുടെ ഇതിന് വേറെന്തോ പേര് പറയും കേട്ടോ. ചേച്ചി എന്തോ പേര് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം മേടിച്ചതാണ് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഇടാനായിട്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പോക്കറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സാധനം ഫസ്റ്റ് കഴിക്കുമ്പോൾ ഫസ്റ്റ് തുപ്പി കളയുക ചെയ്യുക. എന്ത് കഴിച്ചാലും അവൾ തുപ്പി കളയും. അപ്പോൾ അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഡ്രസ്സുകളൊക്കെ ഇവിടെ പെട്ടെന്ന് ഇങ്ങനെ നനവ് വരും. എന്താ പറയുക, അവൾ പെട്ടെന്ന് അത് തുപ്പി ഇവിടെയൊക്കെ നനഞ്ഞു വന്ന് പിന്നെ അവിടെ കരിമ്പൻ വരും. പിന്നെ അങ്ങനെ പല പ്രശ്നങ്ങളും. പിന്നെ നമ്മൾ അപ്പോൾ തന്നെ കഴിക്കണം. അപ്പോൾ അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഇത് കഴുത്തിൽ കെട്ടി കൊടുത്താൽ മതി. ഇങ്ങനെ അങ്ങോട്ട് കെട്ടി കൊടുക്കാം. പിന്നെ ഭക്ഷണം ഇവിടെ പോവുള്ളൂ. തുണിയല്ലാത്തതുകൊണ്ട് നമുക്ക് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ അവരെ ദേഹത്തും ആവില്ല. പിന്നെ തന്നെയല്ല, നമ്മൾ പിന്നെ ഉടുപ്പ് ഊരി കൊടുക്കണം. ഉടുപ്പ് ഊരി കൊടുക്കുമ്പോഴായാലും മേത്തൊക്കെ വീഴും. പിന്നെ നമ്മൾ ഇവിടെ തുടക്കണം. അപ്പോൾ നെഞ്ചിൽ തണുപ്പ് തൊട്ട് അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ട്. ഇതാകുമ്പോൾ ഒരു പ്രശ്നമില്ല. അതങ്ങനെ കഴുത്തി കെട്ടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കുട്ടികൾ സമ്മതിക്കുന്ന കുട്ടികളാണ്. ചില പിള്ളേരൊന്നും കഴുത്തിൽ വെക്കാനൊന്നും സമ്മതിക്കില്ല. അപ്പോൾ ഇതിൽ പോച്ചുൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും അവൾക്ക് ഇഷ്ടമില്ല. അതിങ്ങനെ കെട്ടുന്ന ടൈപ്പാണ്. പോച്ചുവിന് അങ്ങനെ ഇഷ്യൂ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ഇങ്ങനത്തോട് മേടിച്ച് നോക്കിയതപ്പോൾ കടയിൽ വെച്ചിട്ട് കൊടുത്തപ്പോൾ അവൾ ഇതൊക്കെ ഇട്ടിരുന്നു. ഇനിയിപ്പോൾ ഭക്ഷണം കൊടുക്കുമ്പോൾ ഇതൊക്കെ ഇടുമെന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും നോക്കിയേക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ മേടിക്കാം കേട്ടോ. അങ്ങനെ ഇനി പോച്ചുവിൻ്റെ കാണിച്ചു കൊടുക്ക്. ഇനി പോച്ചുവിൻ്റെ കാണിച്ചു തരാം. ഇതാണ് പോച്ചുവിൻ്റെ. അപ്പോൾ ഇതൊക്കെ മേടിക്കാനാണ്. പിന്നെ ഇവനെ എവിടെ ചെന്നാലും ഇവന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണം, അത് നിർബന്ധമാണ്. അപ്പോൾ ഇതൊക്കെ മേടിക്കാനാണ്. അപ്പോൾ അവനും അപ്പം തന്നെ തുടങ്ങി. അപ്പോൾ ഇത് എന്തോ പോച്ചത്, ആരോ അല്ലേ? എന്താ നീ പറഞ്ഞേ? അതന്നെ പറഞ്ഞേ, ബോ ആൻഡ് ആരോ, അമ്പും വില്ലും, അതാണ് സംഭവം. ഇതിൽ കൃഷിൻ്റെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുഖംമൂടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇട്ടിട്ട് ഇവൻ യൂസ് ചെയ്യണത് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ പൊട്ടിച്ച് നോക്കിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീഡിയോയുടെ തുടക്കത്തില്ല, കുറേ നേരം പറഞ്ഞു തുടങ്ങിയിട്ട് ഇത് ഉപയോഗിക്കണം. അപ്പോൾ പൊട്ടിച്ചിട്ട് ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണത് ഞാൻ ഇതിൽ ജസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ അതങ്ങനെ. അപ്പോൾ അതാണ് സാധനങ്ങൾ മേടിച്ചത് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഹോൾ വീഡിയോ. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞാൻ വാങ്ങിയത്. പിന്നെ 2-3 അവൾക്ക് ടോയ്സ് മേടിക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇരുന്ന് അല്ലെങ്കിൽ നടന്നൊക്കെ കളിച്ചു തുടങ്ങിയല്ലോ. അപ്പോൾ ഇച്ചിരി നേരം ഒന്ന് ഒതുങ്ങിയിരുന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചിരുന്നു. മേടിക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അത് കിട്ടിയില്ല, അവിടെ ഉണ്ടായില്ല. അപ്പോൾ സ്റ്റോക്ക് ഔട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇനി അടുത്ത ദിവസം പോകുമ്പോൾ എങ്ങനെ നോക്കി നോക്കണം വേറെ കടകളുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഐറ്റംസ്. അപ്പോൾ ഞാൻ കാണിച്ചത് എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളെന്തെങ്കിലും നിങ്ങളുടെ വാർഡ്രോബിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മേടിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തോ, എന്താ പറയുക,
യൂസ് ചെയ്തോളൂ എന്ന ഉദ്ദേശത്തിൽ മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്. അല്ലാണ്ട് ഞാൻ കുറേ മേടിച്ച സാധനങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ എക്സ്പോസ് ചെയ്തതൊന്നുമല്ല കേട്ടോ. ഞാൻ മേടിച്ചത് കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തതെന്ന് മാത്രം. നമ്മുടെ ചാനലിൽ അങ്ങനെ ഹോൾസ് ചെയ്യൽ കുറവാണല്ലോ. അപ്പോൾ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ്, നല്ല രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ. ഞാനും വീഡിയോസ് കാണുമ്പോൾ അങ്ങനെ ഹോൾ വീഡിയോസ് തിരഞ്ഞെടുത്ത് കാണുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തെന്ന് മാത്രം. ഓക്കെ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഓക്കെ, അങ്ങനെ. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നമ്മൾക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം, നമ്മൾ വീഡിയോസ് കാണാം. അതുപോലെ ഷോർട്സ് ഞാൻ ഇടാറുണ്ട് കേട്ടോ. എന്നും ഷോർട്സ് 7 മണിക്ക് ഉണ്ട്. നമ്മൾ വീഡിയോസ് എന്നും 7 മണിക്കാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത് എന്തായാലും ചെക്ക് ചെയ്യുക, കാണുക, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെടുക. ഓക്കെ, യൂസ്ഫുൾ ആവുകയാണെങ്കിൽ കമൻസിൽ അറിയിക്കുക. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിലും കമൻസിൽ അറിയിക്കുക. എനിക്ക് എൻ്റേതായ രീതിയിൽ, എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ എന്തായാലും അത് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എനിക്ക് അറിയുന്ന കാര്യങ്ങളും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിലൂടെ എന്തായാലും വരും, ഞാൻ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.